ആ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഏരിയ. ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതൊരു 10-15 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. വിച്ച് ഇസ് ദ കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ. കാലഗണനാ ക്രമത്തിൽ രാജ്യത്തെ ഈ സുപ്രധാനപ്പെട്ട കേസുകളൊന്ന് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് കാലഗണനാ ക്രമത്തിൽ, ക്രൊണോളജിക്കൽ ഓർഡറിൽ. അപ്പം നമുക്ക് പഠിക്കാം, പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ശ്രദ്ധിച്ചേ, നമുക്ക് ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി, ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1951 ഇതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് ചില കൂട്ടിച്ചേർക്കലുകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടായി. ഷെഡ്യൂൾ 9, 9ാം ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെട്ടു. ഞാൻ ആദ്യം എന്തൊക്കെ കൂട്ടിച്ചേർത്തു എന്നുള്ളത് പറയാം. ഷെഡ്യൂൾ 9 ആഡ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31 ക്ലോസ് എയും ക്ലോസ് ബിയും കൂട്ടിച്ചേർക്കപ്പെട്ടു. എന്താണ് 31 ക്ലോസ് എയും ക്ലോസ് ബിയും കൂട്ടിച്ചേർക്കപ്പെട്ടു. അതുപോലെ ആർട്ടിക്കിൾ 15 ക്ലോസ് 4 കൂട്ടിച്ചേർക്കപ്പെട്ടു. ഓക്കെ, അപ്പം ഇത്രയും മാറ്റങ്ങൾ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഭരണഘടനയ്ക്ക് വരികയാണ്. 1951 വർഷം. രണ്ട് വിഷയങ്ങളെ ചൊല്ലിയാണ്, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളെ ചൊല്ലിയാണ് ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായത്. ഒന്ന് ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ്. അടുത്തത് കമ്മ്യൂണൽ റിസർവേഷൻ, കമ്മ്യൂണൽ റിസർവേഷൻ ഇൻ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസിനും SC/ST വിഭാഗത്തിൽപ്പെടുന്നവർക്കും സംവരണം നൽകുന്ന വിഷയത്തെ ചൊല്ലിയും ഇന്ത്യയിൽ ഭൂപരിഷ്കരണ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനെ ചൊല്ലിയുമാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതി നിയമം നടപ്പിലായത്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയോ? എന്താണ്? രണ്ട് കാരണങ്ങൾ. ഭൂപരിഷ്കരണ നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും കമ്മ്യൂണൽ റിസർവേഷൻ സംവരണം ഏത് മേഖലയിലാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസിനും സംവരണം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളെ ചൊല്ലി പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതി. അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 9. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31 രണ്ട് സബ് ക്ലോസസും, പിന്നെ ആർട്ടിക്കിൾ 15 4. ആദ്യം നമുക്ക് ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂട്ടിച്ചേർക്കലുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച സമയത്ത്, ശ്രദ്ധിച്ച് കേൾക്കണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് നമ്മുടെ ഗവൺമെന്റ് നേരിട്ട ഏറ്റവും രൂക്ഷമായ പ്രശ്നം ഭക്ഷ്യ പ്രതിസന്ധിയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, അതിന്റെ കാരണം നോക്കിയപ്പോൾ നമുക്ക് കൃഷിഭൂമി ഇല്ലാഞ്ഞിട്ടോ, കൃഷിപ്പണി അറിയാവുന്ന മനുഷ്യരില്ലാഞ്ഞിട്ടോ, ഈ പറയുന്ന പോലെ അനുകൂലമായ കാലാവസ്ഥ ഇല്ലാഞ്ഞിട്ടോ, ജലസേചന സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടോ, മഴ ലഭിക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല, റിസോഴ്സ് ഇല്ലാഞ്ഞിട്ടല്ല. അതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ സമ്പ്രദായം, ഭൂപരിഷ്കരണ സമ്പ്രദായമല്ല, ഭൂനികുതി സമ്പ്രദായങ്ങളും ബ്രിട്ടീഷുകാരുടെ തന്നെ കൃഷിയെ വാണിജ്യവൽക്കരിച്ചുകൊണ്ടുള്ള അവരുടെ സാമ്പത്തിക നയവും ഇതൊക്കെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ ക്ഷാമം ഉണ്ടാവാൻ കാരണം. ഉദാഹരണത്തിന് ഭൂനികുതി സമ്പ്രദായങ്ങളായിട്ടുള്ള പെർമനന്റ് സെറ്റിൽമെന്റിന്റെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീഡിയോസ് കണ്ടാൽ മതി. കഴിഞ്ഞ ലൈവുകളിൽ ഭൂപരിഷ്കരണം എന്ന് എപ്പോഴും ആയി വരത്തുള്ളൂ. ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആണ്. എന്താണ് പെർമനന്റ് സെറ്റിൽമെന്റ്? രാജ്യത്ത് 19% ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായമാണ് പെർമനന്റ് സെറ്റിൽമെന്റ്. അതുപോലെ തന്നെ റായത്ത് വാരി സെറ്റിൽമെന്റ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രദേശത്ത് നടപ്പിലാക്കിയതാണ്. റായത്ത് വാരി സെറ്റിൽമെന്റ് 51% പ്രദേശത്ത്. മഹൽവാരി സെറ്റിൽമെന്റ് 30% പ്രദേശത്ത് നടപ്പിലാക്കിയ മഹൽവാരി സെറ്റിൽമെന്റ്. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലയളവിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായങ്ങളാണ്. ഇതിന്റെ ഭാഗമായിട്ട് കർഷകർ കൃഷിഭൂമിയിൽ നിന്ന് അകലുകയും
കൃഷിയിടങ്ങൾ അനാഥമാക്കപ്പെടുകയും കൃഷിഭൂമി കണ്ടമാനമായിട്ട് ചില വ്യക്തികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ലാൻഡ് ലോഡ് ക്ലാസ്, ഇപ്പോൾ ജമീന്ദാരി സിസ്റ്റം നടപ്പിലാക്കിയെടുത്ത് ജമീന്ദാസിന്റെ രൂപത്തിലും മഹൽവാരിയും റൈത്ത്വാരിയും നടപ്പിലാക്കിയെടുത്ത് ആ മാർവാടികളുടെയും മണി ലെൻഡേഴ്സ്, അതായത് പണം ഉയർന്ന പലിശയ്ക്ക് കടം കൊടുക്കുന്ന മണി ലെൻഡേഴ്സിന്റെ രൂപത്തിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ച സമയത്ത് കൃഷിഭൂമിയെല്ലാം അറയിലിരിക്കുകയാണ്, ഈ ജന്മികളുടെ കയ്യിലായിപ്പോയി. കാരണം കർഷകർ ഈ ഉയർന്ന നികുതി ഭാരം താങ്ങാൻ വയ്യാതെ റൈത്ത്വാരിയിലും മഹൽവാരിയിലും എന്ത് ചെയ്തടേ, ഈ പലിശ ബ്ലേഡ് പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന ആൾക്കാർക്ക് അവർ തങ്ങളുടെ കൃഷിഭൂമി എന്ത് ചെയ്തു, പണയം വെച്ചു. ജമീന്ദാരി സിസ്റ്റത്തിൽ ഈ പറയുന്ന പോലെ ജമീന്ദാസിനാണെന്ത് കൃഷിഭൂമിയുടെ ഓണർഷിപ്പ് വരുന്നത്. അവർ കർഷകരെ മൊത്തം കുടിയൊഴിപ്പിക്കുകയും അവരെ ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇവിടെ കൃഷിഭൂമി മൊത്തം കൃഷിയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഈ അബ്സെന്റി ലാൻഡ് ലോഡ്സ് ആയിട്ടുള്ള ഈ ജമീന്ദാസിൻ്റെയിലും മണി ലെൻഡേഴ്സിൻ്റെയിലും ഒക്കെയാണ് കൃഷിഭൂമി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗവൺമെന്റിന് ഒരു സോഷ്യൽ വെൽഫെയർ, സാമൂഹിക ക്ഷേമം മുൻനിർത്തി സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കർഷകരെ കാർഷിക വൃത്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ കൃഷിഭൂമി അക്വയർ ചെയ്യുകയും പുനർവിതരണം ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യകതയുണ്ടല്ലോ. ഫോർ സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, എൻഷുറിങ് സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ പറയുന്നത്? അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഭൂപരിഷ്കരണം നടപ്പിലാക്കണം. അപ്പം ജമീന്ദാസിനെ അബോളിഷ് ചെയ്യണം. എന്താണ് ഈ മിഡിൽമെൻ ആയിട്ടുള്ള ഈ ജന്മിത്വ വ്യവസ്ഥയെ അബോളിഷ് ചെയ്യണം, ജമീന്ദാസിനെ അബോളിഷ് ചെയ്യണം. കൃഷിഭൂമി പരമാവധി എത്ര കൈവശം വെക്കാന്നുള്ളതിന് പരിധി നിശ്ചയിക്കണം. ഈ കുടിയിറക്കപ്പെട്ട കർഷകർക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ടെനൻസി അല്ലെങ്കിൽ കുടിയാൻ റിഫോംസുകൾ കൊണ്ടുവരണം, കുടിയാൻ പരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവരണം. ഇതെല്ലാം നമ്മുടെ മൗലികാവകാശങ്ങളെ ബാധിക്കും. കാരണം ഒറിജിനലി നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന 1950 ജാനുവരി 26 നോക്കുകയാണെങ്കിൽ 7 കൂട്ടം മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് 7 ഇല്ല, ഇന്ന് 6 ഉള്ളൂ. ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് പോയി. എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന, അല്ലെ സ്വത്തവകാശം എന്ന് പറയുന്ന മൗലികാവകാശം 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ 300ന്റെ A എന്ന് പറയുന്ന ഒരു ഓർഡിനറി റൈറ്റ് ആയിട്ട്, ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറ്റപ്പെട്ടു. സ്വത്തവകാശം ഇന്ന് ഇന്ത്യയിൽ എന്തല്ല, മൗലികാവകാശമല്ല. പക്ഷേ 1950കളിൽ സ്വത്തവകാശം എന്താണ്? മൗലികാവകാശമാണ്. ഭൂപരിഷ്കരണം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ജമീന്ദാസിന്റെ ഇന്ന് ഭൂമി പിടിച്ചെടുക്കേണ്ടതായിട്ട് വരും. പലരുടെ കയ്യിലെയും ഭൂമിക്ക് പരിധി നിശ്ചയിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവരെല്ലാം എവിടെ പോകൂടെ? കാരണം മൗലികാവകാശം എന്ന് പറഞ്ഞാൽ എന്താ? ഭരണകൂടം ലംഘിക്കാൻ പാടില്ലാത്തതല്ലേ? പാടില്ലാത്ത നിയമമല്ലേ? ഭരണകൂടം പോലും ലംഘിക്കാൻ പാടില്ലാത്ത നിയമമല്ലേ മൗലികാവകാശം എന്ന് പറയുന്നത്? അപ്പൊ ആ നിലയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ നിലയ്ക്ക് ഈ ജമീന്ദാസ് എല്ലാം സുപ്രീം കോടതിയെ സമീപിക്കാൻ തുടങ്ങി. അങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സമയത്ത് അവരുടെ ഈ റിട്ട് പെറ്റീഷനുകൾ, അതായത് തങ്ങളുടെ മൗലികാവകാശമായ സ്വത്തവകാശം ലംഘിക്കപ്പെട്ടു എന്നുള്ള ആ വാദത്തെ എതിർക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആർട്ടിക്കിൾ 31ന്റെ സബ് ക്ലോസസും ഷെഡ്യൂൾ 9 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഭരണഘടനയിലേക്ക് ഒരു പുതിയ ഷെഡ്യൂൾ 9 ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഷെഡ്യൂൾ 9 പ്രകാരം എന്താണ് പ്രത്യേകത? ഭൂപരിഷ്കരണവുമായിട്ട്, ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തെ സംസ്ഥാനങ്ങൾ പാസ്സാക്കുന്ന ലാൻഡ് റിഫോം ലെജിസ്ലേഷൻസ് എല്ലാം ഷെഡ്യൂൾ 9ലാണ് ഇടുന്നത്. ഷെഡ്യൂൾ 9ന് ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് എന്തുണ്ട്? ഇമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്കത് പറയാൻ വിട്ടുപോയ ഏരിയയാണ്. നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരംഭിക്കുന്ന 12ലാണ്, അവസാനിക്കുന്നത് 35ലാണ്. ഇതിൽ ആദ്യത്തെ 12ഉം 13ഉം മൗലികാവകാശങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണടേ. എന്താണ്? മൗലികാവകാശങ്ങളുടെ ഒരു ആമുഖം. 12 എന്താ പറയുന്നേ? ശ്രദ്ധിച്ചോ. 12 സ്റ്റേറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടമാണല്ലോ മൗലികാവകാശം ലംഘിക്കാൻ പാടില്ലാത്ത. അപ്പം മൗലികാവകാശം ലംഘിക്കാൻ പാടില്ലാത്ത സ്റ്റേറ്റിൽ ആരൊക്കെ പെടും? സെൻട്രൽ ഗവൺമെന്റ് പെടും, സംസ്ഥാന ഗവൺമെന്റുകൾ പെടും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പെടും. ഓക്കെ, ഇനി സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പെടും. ഈവൻ പ്രൈവറ്റ് എൻറ്റിറ്റീസ് വരെയും സ്റ്റേറ്റ് എന്നുള്ള നിർവചനത്തിന്റെ ഉള്ളിൽ വരും. എങ്ങനെയാണ്? ഈ പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഗവൺമെന്റിന് വേണ്ടിയാണ് സർവീസ് ചെയ്യുന്നതെങ്കിൽ, ഗവൺമെന്റ് ഉത്തരവിട്ട സേവനങ്ങളാണ് നൽകുന്നതെങ്കിൽ ആ പ്രൈവറ്റ് എൻറ്റിറ്റിയും സ്റ്റേറ്റിന്റെ പേര്. അപ്പൊ സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു കൊണറ്റേഷൻ, സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു ആശയം വളരെ വലുതാണ്. ഇതാണ് ആർട്ടിക്കിൾ 12. ഇനി ആർട്ടിക്കിൾ 13 പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 13 പ്രകാരം 13ന് 2 ഉപവകുപ്പുകളുണ്ട്. 13ന്റെ ക്ലോസ് 1 ഉണ്ട്, 13ന്റെ ക്ലോസ് 2 ഉണ്ട്. ഓക്കെ, 13ന്റെ ക്ലോസ് 1 പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുന്നേ ഉള്ള നിയമങ്ങളും.
13ന്റെ ക്ലോസ് 2 എന്ന് പറയുന്നത് പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന നിലവിൽ വന്ന ശേഷം നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ. അപ്പം ആർട്ടിക്കിൾ 13ന്റെ 1ഉം 13ന്റെ 2ഉം ജനറലി ആർട്ടിക്കിൾ 13 പറയുന്നത് ഈ രണ്ട് സെറ്റ് ഓഫ് നിയമങ്ങൾ പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആണെങ്കിലും പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആണെങ്കിലും ആ മൗലികാവകാശ ലംഘനങ്ങൾ അല്ലെങ്കിൽ ഈ നിയമങ്ങൾ if they are not consistent with the provisions of fundamental rights, Supreme Court can declare those provisions null and void to the extent of inconsistency. മൊത്തത്തിൽ പോകുന്നല്ല പറയുന്നത്, എന്തുമാത്രം ഇൻകൺസിസ്റ്റൻസി ഈ പറയുന്ന പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയ്ക്ക് മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ ആ അളവിന് അതെന്ത് ചെയ്യും, അത് റദ്ദാക്കപ്പെടും. അപ്പോൾ ഒരു നിയമം പൂർണ്ണമായിട്ടും പോവില്ല. ആ നിയമത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണോ മൗലികാവകാശ ലംഘനം നടത്തുന്നത് അത്രയും പോർഷൻ എന്ത് ചെയ്യും, സുപ്രീം കോടതിക്ക് റദ്ദാക്കാം. ഓക്കെ, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി NGAC എന്ന് പറയുന്ന ഒരു സംവിധാനം. ഞാൻ ഇന്നലെ കൊളീജിയേറ്റ് എന്ന് തെറ്റിച്ച് പറഞ്ഞു. കൊളീജിയേറ്റ് അല്ല, കൊളീജിയേറ്റ് ആണ് ഇപ്പം ജഡ്ജിമാരെയും സുപ്രീം കോടതി ജഡ്ജിമാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് കൊളീജിയം ആണ്. കൊളീജിയത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടൊരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ വന്നിരുന്നു. അത് ആർട്ടിക്കിൾ 13 പ്രകാരം 13ന്റെ ക്ലോസ് 2 പ്രകാരമുള്ള ഒരു പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആണ്. ആ പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു അടിസ്ഥാന പ്രമാണം ബേസിക് സ്ട്രക്ചറിന്റെ വയലേഷൻ ആണ്. അതുകൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആണെന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി എന്ത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരുന്നു, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 13 എന്താണ് നടക്കുന്നത്, ജുഡീഷ്യൽ റിവ്യൂ ആണ് നടക്കുന്നത്. എന്താ നടക്കുന്നത്, ജുഡീഷ്യൽ റിവ്യൂ ആണ് നടക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 12, 13 എന്താണെന്നൊരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ തന്നത്. ആർട്ടിക്കിൾ 12ലും 13ലും സ്റ്റേറ്റ് എന്താണെന്നുള്ളത് ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പറയുന്നു. നമ്മൾ മടങ്ങി വരൂ, ഷെഡ്യൂൾ 9ലേക്ക് മടങ്ങി വരൂ. ഷെഡ്യൂൾ 9 പ്രകാരം, ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭൂപരിഷ്കരണ നിയമങ്ങൾ ഷെഡ്യൂൾ 9ലേക്കാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡ്യൂൾ 9 ജുഡീഷ്യൽ റിവ്യൂവിന്റെ പരിധിയിൽ വരില്ല. ഷെഡ്യൂൾ 9ലുള്ള നിയമനിർമ്മാണങ്ങൾക്ക് എന്ത് ബാധകമല്ല, ആർട്ടിക്കിൾ 13ന്റെ ക്ലോസ് 2, ആർട്ടിക്കിൾ 13ന്റെ ക്ലോസ് 2 അതാണല്ലോ പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമങ്ങൾ. ആർട്ടിക്കിൾ 13ന്റെ ക്ലോസ് 2 പറയുന്ന പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമങ്ങളുടെ മേലെയുള്ള ജുഡീഷ്യൽ റിവ്യൂ ഷെഡ്യൂൾ 9ലേക്ക് വരുന്ന നിയമങ്ങൾക്ക് എന്തല്ല, ബാധകമല്ല എന്ന് പറഞ്ഞ ഭരണഘടനാ ഭേദഗതിയാണെന്ത്, ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി പോലും ആർക്കൊപ്പം നിന്നു, അക്കാലത്ത് നെഹ്റു ഗവൺമെന്റിന്റെ ഒപ്പം നിന്നു. കാരണം എന്താണ്, രാജ്യത്ത് ഈ ഭൂപരിഷ്കരണം ലാൻഡ് റിഫോംസ് നടപ്പിലാക്കുന്നത് രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ മുൻനിർത്തിയാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന പാവപ്പെട്ട കർഷകർക്ക് കൃഷി ചെയ്യാൻ കൃഷിഭൂമി ലഭിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള നല്ലൊരു ഉദ്ദേശം മുൻനിർത്തി ആര് പോലും അതിനെ സപ്പോർട്ട് ചെയ്തു, ഒന്നാം ഭരണഘടനാ ഭേദഗതി നമ്മുടെ സുപ്രീം കോടതി പോലും അത് സപ്പോർട്ട് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലെ ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യം ഓർത്താൽ മതി. ഇനി വേറൊരു പ്രശ്നമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഒരു കേസ്. ഏതാണ്? ഈ ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ള കേസ്. ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് 51ലാണ്. ഓക്കെ, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ത്, കമ്മ്യൂണൽ റിസർവേഷന്റെ പ്രശ്നം. തമിഴ്നാട്ടിലെ പഴയ മദ്രാസ് ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു നിയമം, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടെ ആർട്ടിക്കിൾ 16 പ്രകാരമുള്ള സംവരണം നടപ്പിലാക്കി. പക്ഷേ ഈ നമ്മുടെ ഈ കേസിന്റെ വേർഡിക്റ്റ് പ്രകാരം, ചെമ്പകം ദൊരൈരാജൻ കേസിന്റെ വേർഡിക്റ്റ് പ്രകാരം എന്ത് സംഭവിച്ചു? ചെമ്പകം ദൊരൈരാജൻ കേസിൽ 51 സുപ്രീം കോടതി പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സിനാണ് പ്രാധാന്യം. കാരണം ഒറിജിനൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രകാരം ആർട്ടിക്കിൾ 16 പ്രകാരം, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 16ന്റെ ക്ലോസ് 4 പ്രകാരം പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം എന്തിൽ മാത്രമേ ഉള്ളൂ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം ഇല്ല. പബ്ലിക് എംപ്ലോയ്മെന്റിൽ മാത്രമേ സംവരണം ഉള്ളൂ. ഞാൻ ഈ ബോർഡ് മായ്ക്കട്ടെ. മായ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ബാക്കി പറയുന്ന ഫോളോ ചെയ്യാമല്ലോ, കാരണം എനിക്ക് ഇവിടെ എഴുതാൻ ഇടമില്ല. ശ്രദ്ധിച്ചേ, ആർട്ടിക്കിൾ 16ന്റെ ക്ലോസ് 4 പ്രകാരം ഒറിജിനൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രകാരം പിന്നോക്ക വിഭാഗങ്ങൾക്കും SC/ST-കാർക്കും എവിടെ മാത്രമേ സംവരണം അനുവദിക്കുന്നുള്ളൂ? പബ്ലിക് എംപ്ലോയ്മെന്റിലേ ഉള്ളൂ. എന്തിലില്ല? എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിൽ സംവരണം ഇല്ല. പക്ഷെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും വേണ്ടത് ചെയ്യുക എന്നുള്ളത് ഒരു DPSP ആയിരുന്നു, നിർദ്ദേശക തത്വമാണ്. അപ്പൊ ആ നിർദ്ദേശക തത്വം മുൻനിർത്തിയാണ് ഇങ്ങനൊരു വകുപ്പ്, ഇങ്ങനൊരു
നടപടി തമിഴ്നാട് ഗവൺമെന്റ് എടുത്തത്. അത് ആദ്യമേ മദ്രാസ് ഹൈക്കോടതി അത് റദ്ദാക്കി. തമിഴ്നാട് ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ നമ്മൾ കണ്ട കേസ് പ്രകാരം ഏതാണ്, ചെമ്പകം ദൊരൈരാജൻ കേസ് സുപ്രീം കോടതി പരിഗണിച്ചപ്പം അവരും ഹൈക്കോടതിയുടെ തീരുമാനം ശരിവെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വയലേഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അനുവദിക്കാൻ പറ്റത്തില്ല സംവരണം എന്ന് പറഞ്ഞു. ഇതിനെ ഈ ചെമ്പകം ദൊരൈരാജൻ കേസ് മറികടക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ 51 എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആർട്ടിക്കിൾ 15(4) ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ചെമ്പകം ദൊരൈരാജൻ കേസുമായിട്ട് മുൻനിർത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ ആർട്ടിക്കിൾ 15(4) ലാൻഡ് റിഫോംസുമായിട്ട് മുൻനിർത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ ഷെഡ്യൂൾ 9. ക്ലിയർ ആണോടെ? വ്യക്തമായോ നിങ്ങൾക്ക്? ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത കേസാണെന്ത്? അപ്പോൾ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയെ ഈ ലാൻഡ് റിഫോംസിന്റെ പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് മറ്റേ പ്രശ്നം സോൾവ് ആയി. ഏതാണ്? കമ്മ്യൂണൽ റിസർവേഷന്റെ പ്രശ്നം സോൾവ് ആയി. പക്ഷെ ഇപ്പോഴും ഒരു പ്രശ്നം കിടക്കുകയാണല്ലോ, ജമീൻദാസ് വിഷയം ഉണ്ടാക്കും. കാരണം എന്താണ്? അവർ സുപ്രീം കോടതിയിൽ പോയപ്പോൾ പാർലമെന്റ് എന്ത് ചെയ്തു? ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നു. ആ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം സുപ്രീം കോടതി ആ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിനെ അപ്പീൽ ചെയ്തു. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ജമീൻദാസ് കൊടുത്ത കേസാണെന്ത്? ശങ്കരി പ്രസാദ് കേസ്. എന്താണ്? ആ വർഷം തന്നെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വന്ന അതേ വർഷം തന്നെ ജമീൻദാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊണ്ടുപോയി കൊടുത്ത കേസാണെന്ത്? ശങ്കരി പ്രസാദ് കേസ്. 1951. ശങ്കരി പ്രസാദ് കേസിൽ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു പാർലമെന്റിന് രണ്ട് തരത്തിലുള്ള ലെജിസ്ലേറ്റീവ് ജൂറിസ്ഡിക്ഷൻ, നിയമനിർമ്മാണ അധികാരങ്ങളുണ്ട് പാർലമെന്റിന്. ഒന്ന്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അതേ മാതൃകയിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് ലെജിസ്ലേറ്റീവ് പവറും ഉണ്ട്, ഓർഡിനറി ലെജിസ്ലേറ്റീവ് പവറും ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂവന്റ് ലെജിസ്ലേറ്റീവ് പവർ പാർലമെന്റിനുള്ളത് ആർട്ടിക്കിൾ 368 പ്രകാരമാണ്. ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതി അനുവദിച്ചിട്ടുള്ള പാർട്ട് 20, ഭരണഘടനയുടെ പാർട്ട് 20യിലാണ് എന്ത് വരുന്നത്? ആർട്ടിക്കിൾ 368 വരുന്നത്. ഈ ആർട്ടിക്കിൾ 368 പ്രകാരം നമ്മുടെ പാർലമെന്റിനുള്ള ഒരു ലെജിസ്ലേറ്റീവ് ജൂറിസ്ഡിക്ഷൻ ആണെന്ത്? കോൺസ്റ്റിറ്റ്യൂവന്റ് ലെജിസ്ലേറ്റീവ് ജൂറിസ്ഡിക്ഷൻ അല്ലെ കോൺസ്റ്റിറ്റ്യൂവന്റ് ലെജിസ്ലേറ്റീവ് പവർ. കോൺസ്റ്റിറ്റ്യൂവന്റ് ലെജിസ്ലേറ്റീവ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 46 മുതൽ 49 വരെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടായിരുന്നല്ലോ. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് എന്തൊക്കെ അധികാരമുണ്ടോ ആ അധികാരം എന്തിന് കിട്ടും? പാർലമെന്റിന് കിട്ടും. ഏത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ? ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അത് ഉപയോഗിക്കാത്ത സമയത്ത് എന്താണ്? ഓർഡിനറി ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആണ്. ഇനി നമുക്കറിയാം ജുഡീഷ്യൽ റിവ്യൂ ഏതൊക്കെയാണ് വരുന്നത്? 13ന്റെ ക്ലോസ് 1, 13ന്റെ ക്ലോസ് 2. ഇത് പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ലോസ് അല്ലേ? 13ന്റെ ക്ലോസ് 2-യിലല്ലേ ഇത് പ്രീ ആണ്. 13ന്റെ ക്ലോസ് 1 പ്രീ ആണ്. ഇതല്ലേ പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോസ്? അതായത് ഭരണഘടന നിലവിൽ വന്ന ശേഷമുള്ള ലോസിനെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യുന്നേ. ഈ പറയുന്ന ശങ്കരി പ്രസാദ് കേസിൽ പറഞ്ഞു ഈ 13ന്റെ ക്ലോസ് 2-ൽ പറയുന്ന ലോസ് ഇത് മാത്രമാണ്. എന്താണ്? ഓർഡിനറി ലോസ് മാത്രമാണ് ലോസ് ആയിട്ട് വരുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂവന്റ് പവറിൽ ക്രിയേറ്റ് ചെയ്യുന്ന നിയമങ്ങളെല്ലാം അമെൻമെന്റ് ആണ്. അമെൻമെന്റും ലോസും ഒന്നല്ല. ലോസ് ഈസ് നോട്ട് ഈക്വൽ ടു അമെൻമെന്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? 368 ഉപയോഗിച്ചിട്ട് ഭരണഘടനയുടെ ഏത് ഭാഗവും പാർലമെന്റിന് എന്ത് ചെയ്യാം? ഭേദഗതി ചെയ്യാം, ഇൻക്ലൂഡിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കില്ല? ആർട്ടിക്കിൾ 13 പറയുന്ന അല്ലെ 13ന്റെ ക്ലോസ് 2 പറയുന്ന വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ജുഡീഷ്യൽ റിവ്യൂ നടത്താൻ സാധിക്കില്ല. ക്ലിയർ ആണോ? ഇതാണെന്ത്? ശങ്കരി പ്രസാദ് കേസ് എന്ന് പറയുന്നത്. ഇതാണ് ശങ്കരി പ്രസാദ് കേസ് എന്ന് പറയുന്നത്. ഇതിന് പിന്നാലെ വന്ന സജ്ജൻ സിംഗ് കേസും ഇത് അപ്ഹോൾഡ് ചെയ്തു. സജ്ജൻ സിംഗ് കേസും എന്ത് ചെയ്തു? ഈ സുപ്രീം കോടതി സജ്ജൻ സിംഗ് കേസിൽ ഇതേ നിലപാട് തന്നെ സുപ്രീം കോടതി ആവർത്തിച്ചു. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും ഒരു പക്ഷേ ഈ എന്താ പറയണ്ടേ, ഈ ജുഡീഷ്യൽ വേർഡിക്സ് ഒക്കെ ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റിയാണ് നിങ്ങൾ പഠിക്കുമ്പോൾ വേണ്ടത്. നിങ്ങൾ 10ാം തരത്തിൽ പ്രിപ്പയർ ചെയ്താലും
+2 തലത്തിൽ പ്രിപ്പയർ ചെയ്താലും ഡിഗ്രി തലത്തിൽ പ്രിപ്പയർ ചെയ്താലും കുറേ റാങ്ക് ഫയൽ എടുത്ത് കാണാതെ പഠിക്കുന്നതിനൊക്കെ എന്തുകൊണ്ടും നല്ലത് കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഓരോ നിയമവും ഓരോ ജഡ്ജ്മെന്റും അതിൻ്റെ വർഷം ഇരുന്ന് കാണാതെ പഠിക്കേണ്ടി വരും. അങ്ങനെ 4 വഴികൾ ഓർത്ത് കഴിഞ്ഞാൽ കാണാതെ പഠിക്കേണ്ട ഓപ്ഷനിൽ നിന്ന് ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ 1-ാം ഭരണഘടനാ ഭേദഗതി, ആ ഭരണഘടനാ ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ട് സമീൻ ദാസ് കൊടുത്ത കേസ് ശങ്കരി പ്രസാദ് കേസ്, ആ കേസിൽ ആര് സപ്പോർട്ട് ചെയ്തു? സുപ്രീം കോടതി പാർലമെന്റിനെ സപ്പോർട്ട് ചെയ്തു. ഇത് എവിടെ വരെ തുടർന്നടേ? സജ്ജൻ സിംഗ് കേസ് വരെ തുടർന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട കേസ് നടക്കുന്ന കാലഘട്ടമാണ് പ്രധാനം. ഇനി നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന കേസാണ് ഗോലക്നാഥ് കേസ്. എന്താണ് ഗോലക്നാഥ് കേസ്? ഗോലക്നാഥ് കേസ് എന്നാടേ? ഗോലക്നാഥ് കേസ് വരുന്ന 67-ലാണ്. ഗോലക്നാഥ് കേസ് വരുന്ന എപ്പോഴാണ്? 1967-ലാണ്. പാർലമെന്റും ജുഡീഷ്യറിയും തമ്മിലുള്ള ആ ഒരു മധുവിധ കാലം നെഹ്റുവിന്റെ മരണത്തോടുകൂടി അവസാനിച്ചു 64-ന് ശേഷമുള്ള ആ ചെറിയ കാലഘട്ടത്തിൽ 2 പ്രധാനമന്ത്രിമാർ മാറി വന്നു. ആരൊക്കെയാ? ഗുൽസാരിലാൽ നന്ദയും അതുപോലെ തന്നെ നമ്മുടെ ആരാണ്? ശാസ്ത്രി. 66 തൊട്ട് ആരുടെ കാലഘട്ടമാണ്? 66 തൊട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമാണ്. എന്താണ്? 66 തൊട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമാണ്. ഓക്കെ. അപ്പം 67-ൽ വന്ന ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി പ്ലേറ്റ് മാറ്റി. പിള്ളേരെ, അവർ പ്ലേറ്റ് മാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും നാള് പാർലമെന്റിന്റെ ആർട്ടിക്കിൾ 368 ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന സുപ്രീം കോടതി പ്ലേറ്റ് മറിച്ചിട്ട് പറഞ്ഞു, പാർലമെന്റിന് മുൻപത്തെ ശങ്കരി പ്രസാദ് കേസിലും സജ്ജൻ സിംഗ് കേസിലും പറഞ്ഞ പോലെ 2 ലെജിസ്ലേറ്റീവ് ജൂറിസ്ഡിക്ഷൻ ഇല്ല, ഒന്നേ ഉള്ളൂ. അതേതാണ്? ഓർഡിനറി ലെജിസ്ലേറ്റീവ് പവേഴ്സേ ഉള്ളൂ. എന്തില്ല? കോൺസ്റ്റിറ്റ്യൂവന്റ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡിനറി ലെജിസ്ലേറ്റീവ് പവറിൽ തന്നെയാണെന്ത് 368 പ്രകാരമുള്ള ഭരണഘടനാ ഭേദഗതികളും. മാത്രമല്ല പാർട്ട് 20-ല് ആർട്ടിക്കിൾ 368-ന്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡ്ലൈൻ നോക്കുകയാണെങ്കിൽ ഒറിജിനലി പ്രൊസീജിയർ ഫോർ അമെൻമെന്റ് എന്നായിരുന്നു. എന്താണ്? പ്രൊസീജിയർ ഫോർ അമെൻമെന്റ് എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊസീജിയർ ഫോർ അമെൻമെന്റ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ഇത് വെറും പ്രൊസീജിയർ മാത്രമാണ്, എന്തല്ല? പവർ അല്ല, അധികാരമല്ല. അതുകൊണ്ട് ഈ പറയുന്ന ഓർഡിനറി ലെജിസ്ലേറ്റീവ് പവറിന്റെ ഭാഗമായിട്ടുള്ള 368-ഉം ഈ പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് തൊടാൻ പാടില്ല? ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിലൊന്നും കയറി കളിക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോലക്നാഥ് കേസ് ആയപ്പോൾ, ഇന്ദിരാഗാന്ധിയുടെ സമയമായപ്പോൾ സുപ്രീം കോടതി ആർക്കെതിരെ തിരിഞ്ഞു? പാർലമെന്റിന്റെ അമെൻഡിങ് പവേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞു. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്താണ്? ടൈറ്റിലിന്റെ അകത്ത് പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 368 പ്രകാരം ഓർഡിനറി ലെജിസ്ലേറ്റീവ് പവേഴ്സേ ഉള്ളൂ. ഇതിനെതിരെ ഇന്ദിരാഗാന്ധി എങ്ങനെ പ്രതികരിച്ചതെന്ന് അറിയാവോ? ഇന്ദിരാഗാന്ധി ഈ സുപ്രീം കോടതി ഉത്തരവിനെ മറികടക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണഘടനയെ ഭേദഗതി ചെയ്തു. ഭരണഘടനയിൽ എന്തൊക്കെ ഭേദഗതി അവർ കൊണ്ടുവന്നേ? 24-ാമത്തെ ഭരണഘടനാ ഭേദഗതി വന്നു. എന്താ പ്രശ്നം? ഗോലക്നാഥ് കേസിനെ മറികടക്കുന്നതിന് വേണ്ടി 1971-ല് 24-ാമത്തെ ഭരണഘടനാ ഭേദഗതി വന്നു. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ പുള്ളിക്കാരി എന്ത് ചെയ്തു? പാർട്ട് 20-ന്റെ ടൈറ്റിൽ അങ്ങ് മാറ്റി. ഒറിജിനലി ടൈറ്റിൽ എന്തായിരുന്നു? പ്രൊസീജിയറിന് മാത്രമായിരുന്നു എങ്കിൽ അവർ ഈ ഭരണഘടനാ ഭേദഗതി ഉപയോഗിച്ചുകൊണ്ട് പ്രൊസീജിയറിനൊക്കെയുള്ള ഒരു തയ്യത്ത് കളഞ്ഞിട്ട് പവേഴ്സ് ഓഫ് പാർലമെന്റ് ടു amend the constitution and the procedure thereof എന്നാക്കി എന്ത് ചെയ്തു? ടൈറ്റിൽ അല്ലായിരുന്ന പ്രശ്നം, ടൈറ്റിൽ തന്നെ അങ്ങ് മാറ്റി. പിന്നെ എന്ത് ചെയ്തവര്? പിന്നെ അവര് 2 ആർട്ടിക്കിൾസ് ഇൻസേർട്ട് ചെയ്തു. 13-ന്റെ ക്ലോസ് 4-ഉം ആർട്ടിക്കിൾ 368-ന്റെ ക്ലോസ് 3-ഉം. ഓക്കെ. 13-ന്റെ ക്ലോസ് 4 ഇൻസേർട്ട് ചെയ്തു, ആർട്ടിക്കിൾ 368-ന്റെ ക്ലോസ് 3 ഇൻസേർട്ട് ചെയ്തു. 13-ന്റെ ക്ലോസ് 4 പറയുന്നത് ഈ 13 ഫാമിലി ഉണ്ടല്ലോ, ആർട്ടിക്കിൾ 13 ഫാമിലി പ്രകാരമുള്ള ജുഡീഷ്യൽ റിവ്യൂവിന് നത്തിങ് ഹാസ് ടു ഡു വിത്ത് ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 അതിന് ഒരു ബന്ധവുമില്ല.
സോ ആർട്ടിക്കിൾ 368 പറയുന്ന ഭേദഗതി, ആർട്ടിക്കിൾ 368 പവേഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ ആർട്ടിക്കിൾ 13 കൊണ്ട് സ്പർശിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ആർട്ടിക്കിൾ അവർ ഇൻസേർട്ട് ചെയ്തു. അതാണെന്ത്? ആർട്ടിക്കിൾ 13 ക്ലോസ് 4. ആർട്ടിക്കിൾ 13 ക്ലോസ് 4. ഇനി അതിനെ ശരിവെക്കുന്നതിന് വേണ്ടി 368 ഒരു ക്ലോസ് 3 ആഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു 368 പ്രകാരം നടപ്പിലാക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതികൾക്കും ആർട്ടിക്കിൾ 13 ഒരു ശല്യമാകില്ല. ഇങ്ങനെ ഇവരെന്ത് ചെയ്തടേ? ഗോലഖ്നാഥ് കേസിനെ അവര് സർക്കംവെന്റ് ചെയ്തു. ഗോലഖ്നാഥ് കേസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് പുള്ളിക്കാരി അല്ല, പാർലമെന്റ് ഈ ഭേദഗതികൾ വരുത്തി. നിങ്ങൾക്ക് ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഗോലഖ്നാഥ് കേസും അതിന് ഇന്ദിരാഗാന്ധിയുടെ മറുപടി. ഓക്കെ, 24ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസ്, ഏറ്റവും പ്രധാനപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ 1973 24ാമത്തെ ഭരണഘടനാ ഭേദഗതി അപ്ഹോൾഡ് ചെയ്തു. നേരെ പോയി വഴക്കിടാൻ നിന്നില്ല, അതങ്ങ് അപ്ഹോൾഡ് ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ 24ാമത്തെ ഭരണഘടനാ ഭേദഗതി അപ്ഹോൾഡ് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, ശരിയാണ്, 368 ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഭാഗം വേണമെങ്കിലും എന്ത് ചെയ്യാം, ഭരണഘടനയുടെ ഭേദഗതി ചെയ്യാം. പക്ഷെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കരുത്. എന്ത് ചെയ്യരുത്? ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കരുത്. എന്നിട്ട് ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. കാലാകാലങ്ങളിൽ അതെന്താണെന്ന് അറിയിച്ചോളാം അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്തോളാം എന്നുള്ള ഒരു ആംബിഗ്വിറ്റിയിൽ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന രീതിയിൽ 368 പ്രയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് എന്തിനെ അങ്ങ് അപ്ഹോൾഡ് ചെയ്തു? 26ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ അപ്ഹോൾഡ് ചെയ്തു. ഇതിൽ അപകടം മണത്ത ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തടേ? അടുത്ത ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കി. അതാണ് ഏറ്റവും പ്രശസ്തമായ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടും. ഒരുപാട് വ്യവസ്ഥകൾ അതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തു. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 76 നമ്മുടെ 75 മുതൽ 77 വരെയുള്ള എമർജൻസി കാലയളവിലാണെന്ത് 76ാമത്തെ ഭരണഘടനാ ഭേദഗതി നടപ്പിലാവുന്നത്. 76ലാണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി നടപ്പിലാവുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവർ 368 ക്ലോസ് 4ഉം 368 ക്ലോസ് 5ഉം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾ 368 ഉപയോഗിച്ചിട്ട് ഭരണഘടനയുടെ ഏത് ഭാഗവും ഞാൻ തൊടും, എന്തും അമെൻഡ് ചെയ്യപ്പെടും. അബ്സല്യൂട്ട് അധികാരം, നോ ലിമിറ്റേഷൻ. ആർട്ടിക്കിൾ 368 പ്രയോഗിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിന് പരിധികളില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം? വിത്തൗട്ട് നോ ഡൗട്ട് പാർലമെന്റ് ഹാസ് ഓൾ ദ പവേഴ്സ് ടു അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ജുഡീഷ്യൽ റിവ്യൂ ബാധകമല്ല എന്നുള്ള രീതിയിൽ 2 വകുപ്പുകൾ അങ്ങ് കൂട്ടിച്ചേർത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബേസിക് സ്ട്രക്ചറിനെ മറികടക്കാൻ വേണ്ടി ചെയ്തതാ. ഇതിനെങ്ങനെ പാർലമെന്റ് സുപ്രീം കോടതി എങ്ങനെ മറുപടി നൽകിയേ? സുപ്രീം കോടതി മറുപടി നൽകിയത് മിനർവ മിൽസ് കേസിലാണ്. 1980 സുപ്രീം കോടതി എന്ത് ചെയ്തു? ബേസിക് സ്ട്രക്ചർ എടുത്ത് പ്രയോഗിച്ചടേ. ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ എടുത്ത് പ്രയോഗിച്ചു. ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ എടുത്ത് പ്രയോഗിച്ചിട്ട് പറഞ്ഞു ജുഡീഷ്യൽ റിവ്യൂ ബേസിക് സ്ട്രക്ചർ ആണ്. എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ ബേസിക് സ്ട്രക്ചർ ആണ്. ബേസിക് സ്ട്രക്ചറിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ പ്രശ്നം. സുപ്രീം കോടതി പറഞ്ഞു ജുഡീഷ്യൽ റിവ്യൂ ബേസിക് സ്ട്രക്ചറാണ്. 368(4)ഉം 368 ക്ലോസ് 5ഉം അതായത് 42ാമത്തെ ഭേദഗതിയിലെ ഈ 2 വകുപ്പുകളും എന്തിനെ ആൾട്ടർ ചെയ്യുന്നു? എന്തിനെ റദ്ദാക്കുന്നു? ജുഡീഷ്യൽ റിവ്യൂവിനെ റദ്ദാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ബേസിക് സ്ട്രക്ചറിനെ ബാധിച്ചിരിക്കുകയാണ്. സോ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. എന്താണ്? അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എവിടെ നടത്തിയിടേ? മിനർവ മിൽസ് കേസിൽ സുപ്രീം കോടതി നടത്തി. അതായത് 73 കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞു വെച്ച ബേസിക് സ്ട്രക്ചറിന്റെ ആപ്ലിക്കേഷൻ 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയെ അടിക്കാൻ വേണ്ടി ആരുപയോഗിച്ചു? സുപ്രീം കോടതി ഉപയോഗിച്ചു. എന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഈ 2 വകുപ്പുകളും എന്ത് ചെയ്തു? റദ്ദാക്കി. ഈ 2 വകുപ്പുകളും എന്ത് ചെയ്തു? റദ്ദാക്കി. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ വരും? സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ഇങ്ങനെ പഠിക്കണ്ടേ? പറഞ്ഞേ, ഗോലഖ്നാഥ് കേസ് ഏതാ വർഷം? 67. കേശവാനന്ദ ഭാരതി കേസ് ഏതാ വർഷം? 73. ചെമ്പകം ദൊരൈരാജൻ ഏതാ വർഷം? 51. മിനർവ മിൽസ് ഏതാ വർഷം? 80. അറേഞ്ച് ചെയ്യ. ആൻസർ ഏതാ? ആൻസർ ഏതാടേ?
ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ ഡി. കാണാതെ പഠിക്കണോ? ഒരു കാരണവശാലും ഒരു സബ്ജക്റ്റും നിങ്ങൾ കാണാതെ പഠിക്കരുത്. ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ലൈവ് സജസ്റ്റ് ചെയ്യുക.